പശ്ചിമേഷ്യയിൽ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ഇറാനിൽ ഇസ്രയേൽ അമേരിക്ക ആക്രമണം തുടരുകയാണ്. അത് അവിടെ മാത്രം ഒതുങ്ങിയില്ല, അങ്ങ് ഗൾഫ് മേഖലയിലും ഗൾഫ് രാജ്യങ്ങളിലും അത് വലിയ രീതിയിൽ സ്ഫോടനങ്ങളും വ്യോമാക്രമണമൊക്കെയായി അത് അവിടെയും പ്രതിഫലിക്കുന്നു. പലയിടങ്ങളിലും ആക്രമണമുണ്ടായി, സ്ഫോടനങ്ങളുണ്ടായി, പലയിടങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമാനങ്ങൾ പലതും റദ്ദ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രത ഉള്ളൊരു അവസ്ഥയിലാണ് നിലവിൽ എല്ലായിടങ്ങളിലും. പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ പെൺകുട്ടികളുടെ സ്കൂളിൽ ബോംബിട്ട് 51 കുട്ടികളെ കൊന്നിട്ടുണ്ട്. ഇസ്രയേലും ഗൾഫ് രാഷ്ട്രങ്ങളിലുമൊക്കെ ഇറാൻ എന്തായാലും തിരിച്ചടി നൽകുമെന്നുള്ളൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഏകദേശം പ്രാദേശിക സമയം 8 മണിയോടെയാണ് തെഹ്റാൻ അടക്കം ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ US-ഉം ഇസ്രായേലും സംയുക്തമായ ആക്രമണം നടത്തിയത്. എന്തായാലും നിലവിൽ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. സുഹൈൽ, എന്താണ് നിലവിൽ ഉള്ളൊരു അവസ്ഥ? കാരണം ഇനിയും ഇപ്പോഴും ആക്രമണം പലയിടങ്ങളിലും തുടരുന്നുണ്ടോ? ഗൾഫിൽ നോക്കുകയാണെങ്കിൽ ബഹ്റൈനിലും അബുദാബിയിലും ഒക്കെ പലയിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ എന്താണ് സാഹചര്യം? നൈനു, ഇരുഭാഗത്തും ആക്രമണം അവസാനിപ്പിക്കുന്നില്ല. ഇറാനിലെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും US-ന്റെയും ഇസ്രായേലിന്റെയും എല്ലാം ആക്രമണം തുടരുകയാണ്. ഇപ്പോൾ അവിടെ ഒറ്റ സ്കൂളിൽ മാത്രം 60-ലേറെ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. 2 സ്കൂളുകളിൽ ആക്രമണം നടന്നു. ഒരു സ്കൂളിൽ 60 കുട്ടികൾ, മറ്റൊരിടത്ത് 2 കുട്ടികൾ. ഇങ്ങനെ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു. മറുഭാഗത്ത് ഇറാൻ ഇസ്രായേലിന് നേരെ വലിയ ആക്രമണം തൊടുത്തുവിടുന്നു. 2-3 ഘട്ടങ്ങളിലായി മിസൈലുകൾ ഇസ്രായേലിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. വടക്കൻ ഇസ്രായേലിൽ ഒരു 50 വയസ്സുള്ള ആൾ ഈ മിസൈൽ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടും ഇസ്രായേലി മാധ്യമങ്ങൾ നൽകുകയാണ്. അതോടൊപ്പം ഗൾഫ് മേഖലയിലേക്കും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ നൽകിയ മുന്നറിയിപ്പ്, ഞങ്ങൾ ആക്രമണം തുടങ്ങുകയാണെങ്കിൽ അത് ആദ്യം ഇസ്രായേലിന് നേരെയായിരിക്കും, പിന്നീട് ഗൾഫ് മേഖലയിലുള്ള US ബേസുകൾക്ക് നേരെയായിരിക്കുമെന്ന് ആദ്യം തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയതാണ്. ആ ആക്രമണം തുടരുകയാണ്. ഖത്തറിൽ, സൗദി അറേബ്യയിൽ, ബഹ്റൈനിൽ, കുവൈത്തിൽ എല്ലായിടങ്ങളിലും ഇപ്പോൾ ആക്രമണം നടത്തുന്നു. UAE-യിലാണ് ഒരു മരണം റിപ്പോർട്ട് ചെയ്തത്. അബുദാബിയിൽ വീണ്ടും ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. അപ്പോൾ ഈ യുദ്ധം അത് പശ്ചിമേഷ്യയിൽ അല്ലെങ്കിൽ ഇറാനിൽ മാത്രം നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കില്ല. ഗൾഫ് മേഖലയെ ആകെ അത് ബാധിക്കും. ഇത് ബാധിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തെയും അത് ബാധിക്കാൻ പോവുകയാണ്. ഒറ്റ ദിവസമാണ് 5240 രൂപ പവന് വർദ്ധിച്ചത് ഗോൾഡ് റേറ്റ്. ഇപ്പോൾ ഗോൾഡ് റേറ്റ് ഇനിയും കൂടും. അത് സ്വർണ്ണവിലയിൽ മാത്രമായി ഒതുങ്ങില്ല. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധന ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇത് 4 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ അവസാനിപ്പിക്കുന്ന ഒരു യുദ്ധമായി മാറണം എന്ന് ഡൊണാൾഡ് ട്രംപിന് താല്പര്യമുണ്ട്. പക്ഷേ അതങ്ങനെ പെട്ടെന്ന് അവസാനിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളെല്ലാം പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈയെ വധിക്കും, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ വധിക്കും, IRGC-യുടെ നേതാക്കളെ മുഴുവൻ വധിക്കുമെന്നൊക്കെയാണ്. ആ തരത്തിലുമൊക്കെ പോകാൻ ഇസ്രായേലും അമേരിക്കയ്ക്കും സാധിക്കുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പശ്ചിമേഷ്യയിലെ സ്ഥിതി? എന്തായാലും ശത്രുക്കളെ പരാജയപ്പെടുത്തും വരെ യുദ്ധം തുടരും എന്ന് തന്നെയാണ്, പോരാട്ടം തുടരും എന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. വരും മണിക്കൂറുകൾ എന്തായാലും നിർണായകം തന്നെയാണ്. പലയിടങ്ങളിലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BK സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.